പൂരത്തിന്റെ ആവേശത്തിലാണ് കേരളവും തൃശൂർ നഗരവും. അല്പസമയത്തിനകം തെക്കേ ഗോപുരനടയിൽ നട തുറന്ന് നെയ്തലക്കാവിലമ്മ പുറത്തിറങ്ങും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാർ ഗോപുരവാതിൽ തുറക്കും. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, പൂരത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ആചാരക്രമങ്ങൾ? ഷമി, പൂരം അക്ഷരാർത്ഥത്തിൽ പൂരത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് നീങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കാത്തു നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ തെക്കേ ഗോപുര നടയിലെ വാതിൽ അല്പസമയത്തിനകം എറണാകുളം ശിവകുമാർ തുറക്കും. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമായി എറണാകുളം ശിവകുമാർ ഈ നട തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി പൂര വിളംബരമാകും. തുടർന്ന് തെക്കേ നടയിലേക്ക് ഇറങ്ങി നിലപാട് തറയിലെത്തി 3 തവണ ശംഖ് ഊതിക്കഴിഞ്ഞാൽ പൂര വിളംബരമായി. ജനങ്ങളെ, തൃശ്ശൂരിൻ്റെ ജനങ്ങളെ, ശക്തൻ്റെ തട്ടകത്തിലുള്ള ജനങ്ങളെ മുഴുവൻ പൂരത്തിലേക്ക് വിളിച്ച് കയറ്റുന്നത് ആ ചടങ്ങാണ് ഈ പൂര വിളംബരം. എറണാകുളം ശിവകുമാറിനാണ് ഇതിൻ്റെ ചുമതല. മുൻ വർഷങ്ങളിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തിടമ്പേറ്റി വന്ന തെക്കേ ഗോപുരവാതിൽ തുറന്നിരുന്നു. അതുമുതലാണ് ഒരു പക്ഷേ ഈ ചടങ്ങ് വലിയൊരു പൂരത്തിൻ്റെ ഭാഗമായി വലിയ ചടങ്ങായി, അല്ലെങ്കിൽ അത്രയും ശ്രദ്ധേയമായ ചടങ്ങായി മാറുന്നത്. ആദ്യകാലങ്ങളിൽ ഈ പൂര വിളംബരം എന്നത് ഒരു സാധാരണ ചടങ്ങായി, വലിയ ജനത്തിരക്കില്ലാത്ത ഒരു ചടങ്ങായി മാറുകയായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ ജനസഹസ്രങ്ങളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ തെക്കേ ഗോപുരനടയിൽ താഴേക്കുള്ള ഭാഗത്ത് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ പൂര വിളംബരം കാണുന്നതിനായി. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്ന പുറത്തു വരുന്നത് കാണാനായി കാത്ത് നിൽക്കുകയാണ് വലിയ ജനക്കൂട്ടം. ഇവിടെ ഒരു ബാരിക്കേഡ് കെട്ടി പോലീസ് ജനങ്ങളെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തേക്ക്, അതായത് ആന വന്നു നിൽക്കുന്ന ഭാഗത്തേക്ക്, പൂര വിളംബരം നടക്കുന്ന നിലപാട് തറയിലേക്ക് എത്താതിരിക്കുക, അവിടേക്കുള്ള ഒരു ജനത്തിരക്ക് ഒഴിവാക്കുന്നതിനായി ഇവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ പൂരത്തിൻ്റെ മണിക്കൂറുകളാണ്. നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നെയ്തലക്കാവിലമ്മയുടെ നിയോഗം എന്ന് പറയുന്നത് തെക്കേ ഗോപുരനട തുറന്നിടലാണ്. ഈ തെക്കേ ഗോപുരവാതിൽ പിന്നെ പൂരത്തിൻ്റെ ആവേശമാണ്. നാളെ രാവിലെ കണിമംഗലം ശാസ്താവാണ് ആദ്യമായി പൂര നഗരിയിലേക്ക് എത്തുക. പൂരത്തിലെ 10 ഘടക ക്ഷേത്രങ്ങളാണ് പൂരത്തിൻ്റെ പങ്കാളിയുള്ളത്. തൃശ്ശൂർ നഗരം പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് കടന്നിട്ട് ദിവസങ്ങളായി. അതിൻ്റെ ആചാര നടപടികൾ, ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്ന് തുടക്കമാണ്. ഇന്നലെ അവിടെ കമ്പം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ അവിടെ നടന്നിരുന്നു. ഇന്ന് അല്പസമയത്തിനകം തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവിലമ്മ ഷമീദ പൂര തെക്കേ ഗോപുര നട തുറക്കുന്ന നിമിഷങ്ങളിലേക്കാണ് കാത്തു നിൽക്കുന്ന ജനസഹസ്രങ്ങൾ കാത്തു നിൽക്കുന്ന ആ നിമിഷം, ആ പൂര വിളംബരത്തിൻ്റെ നിമിഷം, തെക്കേ ഗോപുരവാതിൽ തുറക്കുന്ന ആ നിമിഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കാത്തു നിൽക്കുന്നത്. നിമിഷങ്ങൾ മാത്രമാണുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തെക്കേ ഗോപുരവാതിൽ തുറന്ന ശിവകുമാർ ഈ ഗോപുരവാതിൽ തുറന്ന പുറത്തേക്കിറങ്ങും. നെയ്തലക്കാവിൽ അമ്മയുമായി പൂരം വിളംബരം ചെയ്യുന്ന ചടങ്ങാണ്. അതിനായുള്ള കാത്തിരിപ്പാണ്. ഈ കാണുന്ന ഗോപുരവാതിൽ, നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഗോപുരവാതിൽ തുറന്ന നിമിഷങ്ങൾക്കുള്ളിൽ എറണാകുളം ദൃശ്യങ്ങളാണ്. അത് കാണാനാണ് ഈ ജനങ്ങൾ മുഴുവൻ കാത്തു നിൽക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇതാ നെയ്തലക്കാവിലമ്മയുമായി എറണാകുളം ശിവകുമാർ ഈ ഗോപുര നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ നിന്നും ഈ ഗോപുരവാതിലിലേക്ക് എത്തി വാതിൽ തുറന്ന തെക്കേ നടയിലേക്ക് ഇറങ്ങുന്ന ചടങ്ങ്, അതാണ് പൂര വിളംബരത്തിന്റെ പ്രധാന ചടങ്ങ്. അതൊരു വലിയ പൂരത്തിന്റെ ഭാഗമായുള്ള വലിയ ചടങ്ങ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന പൂരത്തിന്റെ മറ്റ് പ്രധാന ചടങ്ങുകൾ പോലെ ജനസഹസ്രങ്ങളെ ആകർഷിക്കുന്ന ഒരു ചടങ്ങായി മാറി. വലിയ ജനക്കൂട്ടം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം കാത്തു നിൽക്കുന്നതിന് പൂര ലഹരിയിലേക്ക്, അതായത് പൂര വിളംബരത്തോടു കൂടി തന്നെ പൂർണ്ണമായും പൂരത്തിന്റെ ആവേശം ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട് പൂരത്തിന്റെ മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനങ്ങൾ മുഴുവൻ കാത്തു നിൽക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പൂരത്തിലേക്ക് അലിയുകയാണ് ഈ ജനക്കൂട്ടം മുഴുവൻ. പൂരനഗരിയിൽ ശക്തന്റെ തട്ടകം പൂർണ്ണമായും അതോടുകൂടി പൂരലഹരിയിലേക്ക് മാറുകയാണ്. ഷമിയ, നമുക്ക് ആ ദൃശ്യങ്ങൾക്കാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. നിമിഷങ്ങൾ മാത്രമാണുള്ളത്. എറണാകുളം ശിവകുമാർ ഈ തെക്കേ ഗോപുര നടയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഉള്ളിൽ മേളം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഈ ഗോപുരവാതിൽ തുറക്കുന്നത് ആ ദൃശ്യങ്ങൾക്കാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. സമയം
തിയോഫിന് ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. കമ്പം കണ്ടതിൻ്റെയൊക്കെ ഒരു വലിയ സന്തോഷം നമ്മൾക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അത് കാണാനും നൂറുകണക്കിന് ആൾക്കാരാണ് അവിടെ എത്തിച്ചേർന്നത്. ഇപ്പോഴും അവിടത്തേക്ക് ഇങ്ങനെ നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ തൃശ്ശൂർ ലക്ഷ്യമാക്കി ഇങ്ങനെ നീങ്ങുന്നതിൻ്റെ ഒരു വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് ഈ ഇനിയുള്ള ചടങ്ങുകൾ, ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? അതിനുശേഷം ഉള്ള മറ്റ് നാളെയാണല്ലോ ഇതിൻ്റെ ഒരു കൊട്ടിക്കലാശം. തീർച്ചയായും സമയം പൂർണ്ണമായും കച്ചൽ ഘട്ടക്കും പൂരലഹരിയിലേക്ക് മാറുന്ന ദിവസമാണ് നാളെയാണ് ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം. നാളെ രാവിലെ മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഗോപുരവാതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ ഗോപുര നട ഇനി തുറന്നു കിടക്കുകയാണ്. ഈ നെയ്തലക്കാവിൽ അമ്മ ഓരോ ഘടകപൂരങ്ങളിൽ ഓരോ ഘടകക്ഷേത്രങ്ങൾക്കും ഓരോ പങ്കുണ്ട്, ഓരോ ഉത്തരവാദിത്വങ്ങളുണ്ട്, ഓരോ ചുമതലകളുണ്ട്. അങ്ങനെ ഘടകക്ഷേത്രങ്ങൾക്ക് ഓരോ ചുമതലകളുണ്ട്. അതുപോലെ പ്രധാനമായും നെയ്തലക്കാവിലമ്മയ്ക്കുള്ള ചുമതല എന്ന് പറയുന്നത് പൂര വിളംബരവും അതോടൊപ്പം തന്നെ ഈ തെക്കേ ഗോപുരവാതിൽ തുറന്നിടുക എന്നതാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. പൂര ദിവസം, അതായത് നാളെ രാവിലെ ആദ്യമായി എത്തുന്നത് കണിമംഗലം ശാസ്താവാണ്. കണിമംഗലം ശാസ്താവിന് ആചാരപ്രകാരം ക്ഷേത്രത്തിന്റെ മറ്റു നടകളിൽ കൂടി കയറുന്നതിന് ചില ചടങ്ങുകളുടെ ഭാഗമായി അത് പാടില്ല എന്നുണ്ട്. അപ്പോൾ കണിമംഗലം ശാസ്താവ് കടന്ന് ക്ഷേത്രത്തിലേക്ക് വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടത് തെക്കേ ഗോപുര നട വഴിയാണ്. അതിനുവേണ്ടിയാണ് ഈ തെക്കേ ഗോപുര നട തുറന്നിടുന്നത്. ആ ചുമതലയാണ് നെയ്തലക്കാവിൽ അമ്മയുടേത്. അങ്ങനെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നെയ്തലക്കാവിൽ അമ്മയാണ് ഈ പൂര വിളംബരം നടത്തുന്നത്. അതോടുകൂടിയാണ് പൂർണ്ണമായും ചക്കര തട്ടകം പൂര ലഹരിയിലേക്ക് മാറുന്നത്. പിന്നെ അങ്ങോട്ട് പൂരങ്ങളുടെ വരവാണ്. ചെറിയ നീർച്ചാലുകൾ ചേർന്ന് വലിയ പുഴകളായി അങ്ങനെ സമുദ്രമായി മാറുന്ന ഒരു കാഴ്ചയ്ക്കാണ് നാളെ തൃശ്ശൂർ വേദിയാവുക.